ആശങ്കയായി സംസ്ഥാനത്ത് ഷിഗല്ല രോഗികളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. ഇന്ന് 13 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. 75 പേർക്ക് ഡെങ്കിപ്പനി. അതിനിടെ 13 പേർക്ക് എലിപ്പനിയും ഒരു മരണവും സ്ഥിരീകരിച്ചു. സംസ്ഥാനത്ത് 13,187 പേരാണ് പനിക്ക് ചികിത്സ തേടിയത്. വിവരങ്ങളുമായി ശാലിനി ചേരുകയാണ്. ശാലിനി, ഓരോ ദിവസവും രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നു. ആശങ്കപ്പെടുത്തുന്ന സാഹചര്യമാണോ സംസ്ഥാനത്തുള്ളത്? തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. കാരണം സംസ്ഥാനത്ത് പനി റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യം അടക്കം കൂടുകയാണ്. അത് മാത്രമല്ല, ആശങ്കയായി ഉയരുന്നത് നിപ്പ ഷിഗല്ല രോഗികളുടെ എണ്ണത്തിലെ വർധനവാണ്. ഇന്ന് മാത്രം സംസ്ഥാനത്ത് 13 പേർക്കാണ് ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. അതിൽ കോഴിക്കോട് ജില്ലയിൽ 4 പേർക്കും മലപ്പുറം, കണ്ണൂർ ജില്ലകളിൽ 3 പേർക്ക് വീതവും പാലക്കാട് 2 കൊല്ലത്ത് 1 എന്നിങ്ങനെയാണ് ഷിഗല്ല രോഗബാധ ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. സംസ്ഥാനത്ത് ഈ മാസം മാത്രം 133 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 5 മരണവും ഷിഗല്ല രോഗബാധയെ തുടർന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ആരോഗ്യവകുപ്പിന്റെ കണക്കുകൾ രേഖപ്പെടുത്തുന്നത്. ഇതുവരെ മാത്രം ഈ വർഷം 209 ഷിഗല്ല കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതിൽ മറ്റൊരു ആശങ്കയായി ഉയരുന്നത് സംസ്ഥാനത്ത് ഈ എലിപ്പനി, ഡെങ്കിപ്പനി രോഗികളുടെ എണ്ണവും വർദ്ധിക്കുകയാണ്. സംസ്ഥാനത്ത് ഇന്ന് മാത്രം 75 പേർക്കാണ് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചിട്ടുള്ളത്. 1000-ലധികം പേരാണ് ഡെങ്കിപ്പനിക്കായി സംസ്ഥാനത്ത് ചികിത്സ തുടരുകയും ചെയ്യുന്നത്. 13 പേർക്ക് എലിപ്പനി കൂടി സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് ആശങ്ക ഇരട്ടിയാക്കുന്നുണ്ട്. ഒരു മരണവും ഇന്ന് എലിപ്പനി മൂലം സംസ്ഥാനത്ത് സ്ഥിരീകരിക്കുകയാണ്. 13,187 പേരാണ് ഇന്ന് മാത്രം വിവിധ പനികൾക്കായി സംസ്ഥാനത്ത് വിവിധ സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടിയിട്ടുള്ളത്. കൂടാതെ തന്നെ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ തേടിയെത്തുന്ന രോഗികളുടെ എണ്ണവും നിലവിൽ വർദ്ധിക്കുകയാണ്. അങ്ങനെ സംസ്ഥാനത്ത് ആശങ്കാജനകമായ സാഹചര്യത്തിലേക്ക് നിലവിൽ കാര്യങ്ങൾ പോവുകയാണ്. ഡ്രൈ ഡേ ഉൾപ്പെടെ നടത്തിക്കൊണ്ട് ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എങ്കിൽ പോലും ഈ ഷിഗല്ല രോഗബാധ സ്ഥിരീകരിക്കുന്നതിന്റെ എണ്ണം കുറയ്ക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ആശങ്ക ഇരട്ടിയാക്കുന്നത്. ഒപ്പം തന്നെ തിരുവനന്തപുരം ജില്ലയിൽ എംപോക്സ് സംശയത്തിൽ തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഒരാൾ ചികിത്സയിൽ കഴിയുന്നുണ്ട്. കൂടാതെ തന്നെ എബോള രോഗ സാഹചര്യം, അതായത് ആ രോഗത്തിന്റെ ലക്ഷണങ്ങൾ കാണിച്ചൊരു വ്യക്തിയും സംസ്ഥാനത്ത് ചികിത്സ തേടുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു ആശങ്കയായി നിൽക്കുന്നത്. എന്തായാലും കരുതൽ നടപടികൾ ആരോഗ്യവകുപ്പ് ആരംഭിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോഴും രോഗികളുടെ എണ്ണം കുറയ്ക്കാനോ രോഗബാധ കുറയ്ക്കാനോ കഴിയുന്നില്ല എന്നുള്ളത് ആശങ്ക ഇരട്ടിയാക്കുകയാണ്. എന്തായാലും ഇന്ന് മാത്രം 13 പേർക്കാണ് സംസ്ഥാനത്ത് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചിട്ടുള്ളത്. KP ശരി, ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്.